അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാസപ്പിറവി വിവാദം. കാളിമാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. നാട്ടുകാരുടെ നോമ്പ് നഷ്ടപ്പെടുത്തുകയാണ്. പലരുടെയും സംശയം ഇതാണ്. ഇന്നലെ എന്നോട് ഫോൺ വിളിച്ച ഒരാൾ ചോദിച്ചു, എന്താ ഉസ്താദ്, ഇങ്ങനെയൊക്കെ ആയാൽ നാട്ടുകാരുടെ നോമ്പൊക്കെ ബാത്തിലാവല്ലേ? എന്താണ് നമുക്കതിന് മറുപടി പറയാൻ കഴിയുക? ആരെയാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത്? യഥാർത്ഥ 9-10 ശനി ഞായറാണോ, അല്ല ഞായർ തിങ്കളാണോ? വിഷയത്തിലേക്ക് വരാം. മുൻകാല ചരിത്രങ്ങളിൽ ഇതുപോലത്തത് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ആ സമയത്ത് ആ നാട്ടുകാർ എന്താണ് ചെയ്തത്? അതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. മാസപ്പിറവിയുമായി ബന്ധപ്പെട്ട് ഉച്ചയാകുമ്പോൾ മാസം തീരുമാനിക്കുക എന്നുള്ള ഒരു നടപടി കിതാബുകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടോ? ഇതൊക്കെ ജനങ്ങൾക്കുള്ള സംശയമാണ്. മാസപ്പിറവി നമ്മുടെ കാളിമാർ അംഗീകരിച്ചാൽ നാം എന്ത് ചെയ്യണം? അംഗീകരിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ തൊട്ടപ്പുറത്തെ മഹല്ല് വേറൊരു കാളിയെ ബൈഅത്ത് ചെയ്യുന്ന മഹല്ലാണ്. അവിടെ ഞായർ തിങ്കൾ ദിവസമാണ് നോമ്പ്. നമ്മുടെ മഹല്ലിൽ ശനി ഞായറാണ്. ഇങ്ങനെ വന്നാൽ നാം എന്ത് ചെയ്യണം? നാം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മാസപ്പിറവി വിവാദത്തിൽ പ്രത്യേകിച്ചിട്ടും സാധാരണക്കാരായ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് നാം നമ്മുടെ കാളിയുടെ പിന്നിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഇതുപോലത്തെ വിഷയങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നമുക്കൊക്കെ അറിയപ്പെടുന്ന വലിയ മഹാൻ ഉമറുൽ ഖാദി തങ്ങൾ, എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന മഹാൻ, അവരുടെ കാലത്ത് വെളിയങ്കോട് നിലാവ് ദർശിക്കുകയും അങ്ങനെ ആ നാട്ടിൽ നോമ്പനുഷ്ഠിക്കുകയും അതിൻ്റെ തൊട്ടപ്പുറത്ത് എന്ന് വെച്ചാൽ ഒരു പുഴയുടെ വ്യത്യാസം മാത്രമുള്ള പൊന്നാനിയിൽ അവിടുത്തെ ഖാദിക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ട് ആ ദിവസം ഷഅബാൻ 30 പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും വിവാദങ്ങളോ വിഷയങ്ങളോ ഉണ്ടായിരുന്നില്ല. എല്ലാവരും അവരവരുടെ ഖാദിമാരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് ജീവിച്ചു പോന്നിരുന്നു. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രദർശനം കണ്ടാൽ സുമൂ ലി റുഅ്യതിഹി, നിലാവ് ദർശിച്ചതിന് വേണ്ടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. ഫഇൻ ഗുമ്മ അലൈക്കും, ഇനി നിങ്ങൾക്ക് മേഘാവൃതമായാൽ, മേഘം തടഞ്ഞിട്ടാൽ നിങ്ങൾ 30 പൂർത്തിയാക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു അടിസ്ഥാനത്തിലാണ് ഖാദിമാർക്കിടയിൽ ഏറ്റവ്യത്യാസങ്ങൾ വരുന്നത്. ചന്ദ്രപ്രവി ദൃശ്യമായി അത് ബോധ്യപ്പെട്ട ഖാദിമാർ സ്വന്തം കാണുകയോ അതല്ലെങ്കിൽ വിശ്വസ്തരായ ആൾക്കാരെ പറഞ്ഞ് ഖാദി അത് അംഗീകരിക്കുകയോ ചെയ്താൽ ആ ദിവസം അവിടെ ഒന്നായി വരികയും, അത് ബോധ്യപ്പെടാതെ ഖാദിമാർക്കിടെ മഹല്ലുകളിൽ പിറ്റേ ദിവസം ഒന്നായി വരികയും ചെയ്യുന്നു. അതാണ് ഈ മുഹറം 1 ഏറ്റവ്യത്യാസം വന്നത്. ഒന്നായി അംഗീകരിച്ച ഖാദിമാർ, അവരുടെ മഹല്ലുകാർ നിർബന്ധമായിട്ടും മുഹറം 1 എപ്പോഴാണോ തീരുമാനിച്ചത് ആ അടിസ്ഥാനത്തിൽ ശനി ഞായർ തീരുമാനിച്ച 9-10 തീരുമാനിച്ച മഹല്ലുകാർ ആ ദിവസം തന്നെ 9-10 ആചരിക്കുകയും ആ ദിവസം നോമ്പ് നോക്കുകയും വേണം. തിങ്കളാഴ്ച നോമ്പ് നോക്കാം, 11ാമത്തെ ദിവസം നോമ്പ് നോക്കാം, പക്ഷെ അത് 11ാമത്തെ ദിവസമായിട്ട് തന്നെ നോക്കണം. അതുപോലെ തന്നെ തിങ്കളാഴ്ചൻ്റെ നോമ്പ് സുന്നത്തുണ്ട്. അതേപോലെ തന്നെ ഞായർ തിങ്കൾ 9-10 തീരുമാനിക്കപ്പെട്ട മഹല്ലുകളിൽ ആ മഹല്ലുകാർ ഞായറാഴ്ചയും തിങ്കളാഴ്ച തന്നെ 9-10 നോമ്പ് അനുഷ്ഠിക്കണം. വെളിയങ്കോട് തങ്ങളുടെയും പൊന്നാനി ഖാദിയുടെയും ചരിത്രത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാകും.
മദ്ഹബുകളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാണ്, അവരിൽ നിന്ന് ആരെ പിൻപറ്റിയാലും നിങ്ങൾ സന്മാർഗം പ്രാപിക്കുമെന്ന്. സ്വഹാബികളിൽ മസ്അല വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കലെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അവരെ അംഗീകരിച്ചു എന്നുള്ള കാരണത്താൽ അവർ അതിന് കൃത്യമായ ഹദീസുകളും ആയത്തുകളും മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്ത് എടുത്ത നിയമങ്ങളാണ് മദ്ഹബിൻ്റെ ഇമാമുകൾ നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരും നമ്മളും അള്ളാഹുവിൻ്റെ അടുക്കൽ സത്യത്തിൻ്റെ ആൾക്കാരായിത്തീരും. നമ്മുടെ ഖാദിമാർ പറയുന്ന നിയമങ്ങൾ അനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾ ഈ വിഷയത്തിൽ ആശയക്കുഴപ്പത്തിലാകേണ്ടതില്ല. നമുക്ക് നമ്മുടെ ഖാദിമാരെ അംഗീകരിക്കുകയാണ് വേണ്ടത്. മാസപ്പിറവി പിറ്റേ ദിവസം ഉച്ചക്ക് കാണുമോ? അങ്ങനെയാണ് ഉച്ച സമയത്ത് ഖാദിമാർ നിയമം നടപ്പിലാക്കിയത്, മുഹറം 1 പ്രഖ്യാപിച്ചത് എന്ന സംശയം ഉണ്ടാകും. ഒരാൾ മാസപ്പിറവി കാണുകയും അയാൾ പിറ്റേ ദിവസം വന്ന്, കിതാബുകളിൽ പറയുന്നുണ്ട്, പിറ്റേ ദിവസം വന്നിട്ട് ഉച്ച സമയത്ത് പറഞ്ഞു, ഞാൻ ഇന്നലെ നിലാവ് കണ്ടിന്, അതിനെ ഖാദി വാസ്തവമാക്കുകയും ചെയ്തു. എന്നാൽ ആ ദിവസം റമദാൻ 1 പ്രഖ്യാപിക്കാം. അങ്ങനെ പ്രഖ്യാപിച്ചാൽ നാട്ടുകാർക്കൊക്കെ ആ ദിവസം റമദാൻ 1. പക്ഷേ ആൾക്കാരുടെ നോമ്പൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ട് പെരുന്നാളിൻ്റെ ശേഷം ഒരു ദിവസം ആ നോമ്പ് ഖളാ വീട്ടുകയും വേണം. ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇങ്ങനൊരു വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാം. അതുകൊണ്ട് അനാവശ്യ വിവാദങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ ഖാദിമാരുടെ പിന്നിൽ ഉറച്ചു നിൽക്കുകയും നമ്മുടെ ഇബാദത്തുകൾ അത് വളരെ പവിത്രമായ നിലയ്ക്ക് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ നിറവേറ്റുകയും ചെയ്യുക. ഈ വിശുദ്ധമായ മുഹറം എന്നുള്ളത് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയങ്ങൾക്ക് സാക്ഷിയായ ദിവസങ്ങളാണ്. ഒരുപാട് മഹാന്മാർ പരീക്ഷണങ്ങളിൽ നിന്ന് വിജയിച്ച മാസമാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇസ്ലാമിക എതിരാളികളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് മോചനവും രക്ഷയും കിട്ടിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഉദ്ദേശങ്ങൾ എല്ലാം റബ്ബിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫതഹ് ഉണ്ടാക്കാൻ, ഒരു വിജയമുണ്ടാക്കാൻ പറ്റിയ ദിവസമായി ഈ മുഹറം 9-10 നാം കാണുകയും 9-10 ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ നമ്മുടെയും ഇടയിൽ ഒരു തടസ്സവും ഇല്ല. എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനോട് നമ്മൾക്ക് ദുആ ചെയ്യാം. ഉദ്ഊനി അസ്തജിബു ലക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ് നമ്മുടെ ദുആക്ക് വേണ്ടി അല്ലാഹു കാത്തിരിക്കുകയാണ്. ആ അല്ലാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ സമയമുണ്ടോ, റബ്ബിൻ്റെ മുമ്പിൽ ചോദിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്നുള്ള കാര്യത്തിൽ നാം ചിന്തിച്ചുകൊണ്ട് പരമാവധി ഈ പവിത്ര ദിവസത്തെ ഉപയോഗപ്പെടുത്തി ധന്യമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ദിവസത്തിൻ്റെ സർവ്വ പവിത്രതകളും ഏറ്റുവാങ്ങാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലത്തെ ഒരുപാട് മുഹറമുകൾ സ്വാഗതം ചെയ്യുവാനും അതിൽ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാകട്ടെ. അതിനായി ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.